ഹലോ, വെൽക്കം ടു വർണാസ് കിച്ചൺ ടേൽസ്. ഇപ്പോൾ മാങ്ങയൊക്കെ കിട്ടുന്ന ഒരു സീസൺ ആയതുകൊണ്ട് നമുക്ക് പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കാം. ദാഹവും ക്ഷീണവും ഒക്കെ മാറാൻ ഈ ചൂടുകാലത്ത് വളരെ നല്ലൊരു ജ്യൂസാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മീഡിയം സൈസിലുള്ള ഒരു പച്ചമാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള പുളിയൊക്കെ ഉള്ള മാങ്ങ എടുക്കുക. ഇനി ഇത് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തിടാം. നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ഒരു കപ്പ് തേങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം 5-6 ഏലക്കായ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും. 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതിലെ മാങ്ങയൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു 2 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. മധുരം അധികം ഉണ്ടാവില്ല. അപ്പം 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും. അത് മാങ്ങയുടെ പുളിയും കൂടെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരിക. ഇനി ഇതൊരു ജ്യൂസിൻ്റെ അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. സ്പൂൺ കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് മുഴുവൻ ജ്യൂസും എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അരിച്ചതിൻ്റെ ബാക്കിയുള്ള മാങ്ങയും തേങ്ങയും കൂടെയുള്ള ആ മിക്സ് വീണ്ടും ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് പഞ്ചസാരയും 1 സ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ജ്യൂസിൻ്റെ അരിപ്പയിലൂടെ ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കുക. പിന്നെ ജ്യൂസ് ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ എടുക്കുന്ന മാങ്ങ ഒന്ന് കഴിച്ചു നോക്കുക. നല്ല ഫ്ലേവറും നല്ല മണവും ഒക്കെ ഉള്ള മാങ്ങയാണെങ്കിൽ മാത്രം ഈ ഒരളവിൽ വെള്ളം ചേർത്താൽ മതി. ഇല്ലെങ്കിൽ ഇതിൽ നിന്നും കുറച്ച് അളവ് കുറച്ചിട്ട് വെള്ളം ചേർക്കുക. ഇതിൽ തേങ്ങയുടെ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ വായിലിങ്ങനെ തടയും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറിയ അരിപ്പയിൽ, അതായത് ചായയുടെ അരിപ്പയിൽ ഇതൊന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് ഇത് യൂസ് ചെയ്യാവൂ. നമുക്കിതിൽ മാങ്ങയുടെ പുളിയും അതേപോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ഒക്കെ മിക്സായിട്ട് കിട്ടണം. ഇനി ഇതിലേക്ക് കുറച്ച് കസ്കസ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന മാങ്ങ അനുസരിച്ചിട്ട് അതിൻ്റെ പുളിക്കനുസരിച്ചിട്ട് നമ്മൾ പഞ്ചസാര ആവശ്യം നോക്കി ചേർത്ത് കൊടുക്കേണ്ടി വരും. ഏകദേശം ഒരു 5-6 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 4 മീഡിയം ഗ്ലാസ്സിലേക്കുള്ള അളവുണ്ടാവും. ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ്. മറക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ബൈ.